ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സ്റ്റാഫ് ചോദിക്കും, മേഡം ക്യാഷ് ആയിട്ടാണോ അതോ കാർഡായിട്ടാണോ നൽകുന്നതെന്ന്. അപ്പം അനു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അലോക് തന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ട് തന്നെ അപമാനിക്കാൻ നിർത്തിയിട്ട് പോയതാണെന്ന് അനുവിന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഇതേസമയം അനു തൻ്റെ പേഴ്സ് തുറന്ന് ഒരു കാർഡ് എടുത്തങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ മുഖത്ത് ചിരി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫാണെങ്കിൽ പിൻ നമ്പർ അടയ്ക്കാനുള്ള മെഷീനും കാണിക്കുക, കറക്റ്റായിട്ട് നമ്പറും അടിച്ചു കൊടുക്കുക. എടാ അലോകെ, നീ എന്താടാ കരുതിയത്? നിന്റെ അഭിനയത്തിൽ ഞാൻ വീണു പോകുന്നു. നല്ല മനസ്സോടു കൂടി ഒരിക്കലും നീ എന്നെ ഈ തുണിക്കടയിലേക്ക് കൊണ്ടുവരില്ലെന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ടടാ എന്നിങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. ഇതേസമയം അലോക് ഫോൺ ഓണാക്കി നോക്കുകയാണ്. പെട്ടെന്നാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഇതെന്താ എന്നറിയാനായിട്ട് അലോക് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കി കഴിയുമ്പം ഞെട്ടി തെരച്ചു നിൽക്കുക. അപ്പൊ അലോകിന്റെ മട്ടും ഭാവമൊക്കെ കാണുന്ന അച്യുതൻ ചോദിക്കും, എടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്തു പറ്റിയടാ എന്ന് ചോദിക്കുക. അച്ഛാ, എന്റെ അക്കൗണ്ടിലെ കാശ് ആരോ പിൻവലിച്ചു. നിന്റെ അക്കൗണ്ടിലെ കാശ് നീ അറിയാതെ പിൻവലിക്കാനോ? നീ എന്തൊക്കെ മണ്ടത്തരങ്ങളായി പറയുന്നത്? അതെ അച്ഛാ, എൻ്റെ കാർഡ് ആരോ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അലോക് പറയും. നിന്റെ കാർഡ് നീയല്ലാതെ വേറെ ആരും ഉപയോഗിക്കാനാ എന്ന് അപ്പം അച്യുതൻ ചോദിക്കും. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി അച്ഛാ. അനുശ്രീ അവൾ എനിക്കിട്ട് പണിതതാ എന്ന് പറയാം. നീ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയടാ എന്ന് അപ്പം അച്യുതൻ പറയണ. അച്ഛാ, അവൾ എൻ്റെ കാർഡ് എടുത്തോണ്ടാ അച്ഛാ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നത്. ആ കാർഡ് അവൾ അതിൽ നിന്നാണ് കാശ് പിൻവലിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഹോ, ഇങ്ങനൊരു മണ്ടനായി പോയ നീ എൻ്റെ മകനായിട്ട് തന്നെ എങ്ങനെ വന്ന് ജനിച്ചടാ എന്ന് ചോദിക്കുക. ഒരു കാര്യം നേരെ ചുവ ചെയ്യാൻ നിനക്കറിയില്ല. ഒരു പീറ പെൺകുട്ടിയുടെ മുന്നിൽ ഓരോ തവണയും ഇങ്ങനെ നാണം കെട്ടി നിൽക്കാൻ നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അലോകിന് നല്ല ദേഷ്യം വരും. അനുശ്രീ, ഞാനിങ്ങ് വരട്ടടി, നിനക്കുള്ളത് ഞാൻ തരാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് തന്നെ ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അനു ആണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എടി അനുശ്രീ, നിനക്ക് എങ്ങനെ തോന്നിയടി എന്നോടിത് ചെയ്യാൻ എന്ന് ചോദിക്കാം. എന്ത് ചെയ്തെന്ന് എന്നോട് ചോദിക്കാതെ എൻ്റെ കാർഡ് ഉപയോഗിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് ചോദിക്കാം. അല്ല, നീ ചെയ്തത് പിന്നെ നല്ല കാര്യമാണല്ലോ. വല്യമ്മാവൻ എന്തൊന്നായിരുന്നല്ലോ നിന്നോട് പറഞ്ഞത്? എന്നെ കടയിൽ കൊണ്ടുവന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു തരണമെന്ന്. എൻ്റെ മുന്നിൽ എന്തുമാത്രം നീ അഭിനയിച്ച് നിന്നത്. എന്നിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ നീ കറക്റ്റ് സമയമായപ്പം ഇവിടുന്ന് മുങ്ങിയത് എന്ന് ചോദിക്കുക. അതിന് എൻ്റെ കാർഡ് തന്നെ നിനക്ക് എടുക്കണമായിരുന്നോ? നീ എങ്ങനെ എൻ്റെ കാർഡ് എടുത്തടി എന്ന് ചോദിക്കുക. പിന്നെ നിൻ്റെ പേഴ്സിലിരിക്കുന്ന കാർഡ് എടുക്കാനാണോ ഇത്ര പാട് എന്ന് ചോദിക്കുക. അപ്പം നിനക്കെങ്ങനെ എൻ്റെ പിൻ നമ്പർ കിട്ടി എന്ന് ചോദിക്കാൻ കേട്ടോ. ഓ, നീ ശരിക്കും ഒരു മണ്ടനായതേ എൻ്റെ ഭാഗ്യം. ആരെങ്കിലും എല്ലാ ATM കാർഡിൻ്റെയും പിൻ നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കോടാ എന്ന് ചോദിക്കുക. അതിന് എൻ്റെ ഫോൺ ലോക്ക് തുറക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടി എന്ന് ചോദിക്കുക. ദേ അലോകെ, എടി പൊടി എന്നൊക്കെ ആവശ്യമില്ലാതെ എന്നെ വിളിച്ചാലുണ്ടല്ലോ, നീ ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നീ എന്നെ ആ പഴയ കണ്ണിലൂടെയാണ് നോക്കുന്നത്. ഈ കാർഡ് നിനക്ക് തരാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഇനിയും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ കൃഷ്ണമംഗലത്തുള്ള കാലത്തോളം എൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ എന്തായാലും വേണം. എനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ വലിയമ്മാവനോട് പറയാനും അമ്മാവൻ നിന്നോട് പറയാനും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. തൽക്കാലം ഈ കാർഡ് എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇനി അതല്ല, ഈ കാർഡിൻ്റെ പിൻ നമ്പർ മാറ്റണമെന്നോ കാർഡ് ബ്ലോക്ക് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിലേ അതിപ്പോഴേ എടുത്ത് കളഞ്ഞേരെ. നീ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറിയിക്കാൻ എനിക്കും അറിയാം. നീ അഭിനയിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഞാൻ അങ്ങ് അഭിനയിക്കും. എൻ്റെ അഭിനയത്തിൽ മുത്തശ്ശി അടക്കം എല്ലാവരും വീഴുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് അനുശ്രീ പറയാണ്. മര്യാദയ്ക്ക് വണ്ടി എടുക്കുക. ഇപ്പം തന്നെ ഞാൻ ആകെ ടയേർഡാ, എനിക്ക് വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം എന്ന് പറയാം. നീ എന്ത് പറഞ്ഞടി? നിൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരുന്നുണ്ട്. നീ ആരാണെന്ന് നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? തൽക്കാലവേ നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, അതൊന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. നീ തന്നെ ഇരുന്ന് പറഞ്ഞോ എന്ന് അനുശ്രീ ഇപ്പോൾ പറയാൻ കേട്ടോ. അങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ടും അനുവിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് അലോക് പോവാണ്. പക്ഷേ യാത്രയിലുടനീളം അനുവിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അനു അതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ ദേവമംഗലത്ത് വന്നു കഴിയുമ്പം ആരിനോട് സംസാരിക്കാം. എന്താ അച്ചാച്ചന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് അനന്തൻ എന്നെ കാണാൻ വന്നിരുന്നു. അനന്തനോ? ആ, കൃഷ്ണമംഗലത്തെ അനന്തൻ എന്നെ ഇന്ന് കാണാൻ വന്നിരുന്നു. അയാൾ എന്തിനാ അച്ഛനെ കാണാൻ വന്നത് എന്ന് അപ്പം ആരും ചോദിക്കാം. അയാളുടെ മകളുടെ ത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നത്. അയാളുടെ മകളുടെ ജീവിതം നീ കാരണം പ്രശ്നത്തിലാണെന്നാ അനന്തൻ എന്നോട് പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഞാനും മിത്രൻ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും മിത്രയുടെ ജീവിതം ആകെ പ്രശ്നത്തിലാണെന്നോ അയാൾ കരുതി വെച്ചിരിക്കുന്നത്. നീ അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാ പറയുന്നത്. അനുശ്രീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ
മിത്രയിലൂടെ നീ വീട്ടുവാണെന്നൊക്കെയാണ് അനന്തൻ ഇന്ന് എന്നോട് പറഞ്ഞത് എന്ന് പറയാം. അച്ഛൻ അത് വിശ്വസിച്ചോ എന്നപ്പോൾ ആരും ചോദിക്കുക. ഞാൻ വിശ്വസിക്കുന്നില്ല. നീ അവൾക്ക് നല്ലൊരു ഭർത്താവാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇനി അനീത്തിയോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ആ പെൺകുട്ടിയോട് നീ നിന്റെ ദേഷ്യങ്ങാനും തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാളോട് എന്തിന് വേദനിപ്പിക്കണം എന്ന് ചോദിക്കാം. അതാ എനിക്കും അറിയാത്തത്. ഇന്ന് അനന്തൻ അങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ആരോ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലവാ അതെന്ന് പറയാം. പക്ഷേ അച്ഛാ, ആരെന്ത് പറയാനാ? ഞാനും ഇത്രയും നല്ല സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ആര്യം പറയാണ്. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും അനന്തൻ മകൾക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വരാൻ ഇടവരുത്തരുത്. മിത്രയോട് നീ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. അല്ലാതെ ഒരാൾ ചെയ്ത തെറ്റിന് മിത്രയോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ ഫലം? ഇല്ല അച്ഛാ, ഞാൻ അത്ര ചീപ്പ ആളൊന്നുമല്ല. ഒരിക്കലും എൻ്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് മിത്ര ഞാൻ വേദനിപ്പിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേസമയം ആരിനാകെ ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പം മിത്ര ചോദിക്കും, എന്ത് പറ്റി ആര്യ? എന്തിനാ അങ്കിള് വിളിപ്പിച്ചത് എന്ന് ചോദിക്കുക. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇന്ന് തൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാണാൻ വരികയോ? എന്താ അങ്കിള് പറഞ്ഞത് എന്നപ്പോൾ ചോദിക്കാൻ കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണെന്ന് തൻ്റെ അച്ഛനെ ആരോ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യം പറയാനാ ഇന്ന് അച്ഛനെ കാണാനായിട്ട് അങ്കിള് വന്നത് എന്ന് പറയണ. എന്നിട്ട് നിനക്ക് ഇവിടെ പ്രശ്നമാണെന്നും നിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നും ഒക്കെ അച്ഛനോട് പറഞ്ഞത്രേ. അത് കേൾക്കുന്ന മിത്രയ്ക്ക് ചിരി വരിക. എന്താടോ താൻ എന്തിനാ ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ആരിനോട് പറയാതൊരു കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ? അത് അനുശ്രീയെ അലോക് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. അനുശ്രീ നന്നായിട്ട് കൃഷ്ണമംഗലത്ത് ജീവിച്ചാൽ മാത്രമേ എനിക്കിവിടെ സ്വസ്ഥതയും സമാധാനം കിട്ടുകയുള്ളെന്ന്. അത് അച്ഛൻ തെറ്റിദ്ധരിച്ചതാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. താൻ എന്ത് പരിപാടിയാടോ ഈ കാണിച്ചത്? അങ്ങനെയൊക്കെ പോയി തൻ്റെ അച്ഛനോട് പറയുന്നതാ എന്താവശ്യം ഉണ്ടായിരുന്നത്? അത് പിന്നെ അനുവിൻ്റെ കാര്യം ഓർത്ത് ആരും സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം എനിക്ക് സഹിച്ചില്ല. അലോകിനോട് നേരിട്ട് പോയി ഞാൻ സംസാരിച്ചതാ. പക്ഷെ അവൻ്റെ തലയിൽ ഒന്നും കയറില്ല. എന്നോടുള്ള വാശിക്ക് അനുവിനോട് അവൻ വേണമെങ്കിൽ കൂടുതൽ ദേഷ്യം കാണിക്കും. പക്ഷേ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അനുവിനെ ഒന്ന് ശ്രദ്ധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാം. എന്ത്, അച്ഛൻ്റെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും എന്നെ കേൾപ്പിച്ചതാണോ തനിക്ക് സന്തോഷമായത് എന്ന് അപ്പം ആരും മിത്രയോട് ചോദിക്കും. അതല്ല എൻ്റെ ആര്യ, എൻ്റെ അച്ഛന് എന്നോട് സ്നേഹമുണ്ട്. ഞാനെന്ന മകളില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നാലും ഉള്ളിനുള്ളിൽ എന്നോട് എൻ്റെ അച്ഛന് പഴയപടി സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛൻ ഇന്ന് അങ്കിളിനോട് സംസാരിക്കാൻ വന്നത്. എനിക്ക് സന്തോഷമായി. പതിയെ പതിയെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഴയതുപോലെ സ്നേഹിക്കും, എന്നെ അംഗീകരിക്കും. അങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന ആരും പറയും, എന്നെ ഒന്ന് വഴക്ക് കേൾപ്പിച്ചാലും തൻ്റെ അച്ഛൻ്റെ മനസ്സിലിരിപ്പ് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന് ആരും ചോദിക്കുക. അത് തന്നെയാണ് എനിക്കും സന്തോഷം. ഇനി അമ്മയോടും എനിക്ക് സംസാരിക്കണം എന്ന് പറയണം. എടോ, തൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. തൻ്റെ അച്ഛനും അമ്മയും തന്നെ ചേർത്ത് പിടിക്കുന്ന നാളുകൾ വരും. തൻ്റെ അച്ഛൻ്റെ മനസ്സിൽ തന്നോട് ഒരു ദേഷ്യവും ഇല്ലെന്നിപ്പം ബോധ്യപ്പെട്ടല്ലോ എന്ന് ചോദിക്കുക. അതെ, അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒരു പാവമാണ്. ചെറിയച്ഛനും അലോകും കൂടിയാണ് അച്ഛനെ കൊണ്ട് ഓരോരോ പ്രശ്നത്തിൽ കൊടുക്കുന്നത്. അച്ഛൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത പകയും ദേഷ്യവും ഒക്കെ കുത്തി നിറയ്ക്കുന്നതും ചെറിയച്ഛൻ ഒറ്റൊരാളാ എന്ന് അപ്പം പറയണം കേട്ടോ. അത് കേൾക്കുമ്പം ആരിനും പറയും, അത് ശരിയാ, തൻ്റെ ചെറിയച്ഛനും അലോകനുമാണ് ഈ കുടുംബത്തോട് തീരാത്ത പകയുള്ളത്. ആ ദേഷ്യവാ അനുവിനോടും അവൻ കാണിക്കുന്നത് എന്ന് ആര്യം പറയാണ്. ഇനി താൻ അനുവിൻ്റെ കാര്യം ഓർത്ത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആര്യ. അച്ഛൻ അനുവിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളും. അവൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ അച്ഛൻ നോക്കിക്കോളും. അച്ഛനെ മറികടന്നുകൊണ്ട് അലോകോ ചെറിയച്ഛനോ ഒന്നും പ്രവർത്തിക്കത്തുമില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ആര്യന് സമാധാനമാവാണ് കേട്ടോ. എടോ, താൻ ഇനി തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ IPS ഒക്കെ നേടി അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കണം. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും എന്ന് പറയാണ്. അവർ തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്യും. അത് നേരാ. എന്നെ മാത്രം പോരാ, ആരിനെയും അവർ അംഗീകരിക്കണം. നമ്മൾ രണ്ടുപേരെയും അവർ അംഗീകരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് അപ്പം നമ്മുടെ മിത്ര പറയാണ് കേട്ടോ. ഇതേസമയം സാധനങ്ങളൊക്കെ കൊണ്ടേ കൃഷ്ണമംഗലത്ത് തൻ്റെ റൂമിൽ വെച്ചതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ അനു. എന്താ മോളെ, മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് അമ്മയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയാം. അപ്പം ഗോമതി ആണെങ്കിൽ മുറ്റത്ത് നിൽക്കുന്നത് അനു കാണുന്നുണ്ട് കേട്ടോ. മോളെ, ഇപ്പം നീ ഗോമതിയുടെ അടുത്തേക്ക് പോകണ്ട, അതത്ര ശരിയാകില്ല എന്ന് അപ്പം മുത്തശ്ശി പറയും. അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ പായസമൊക്കെ വെക്കത്തില്ലല്ലോ എന്ന് പറയാം. അതവൾ
അവൾ വെച്ചു എന്നുള്ളത് ശരിയാ എന്നും കരുതി അവൾക്ക് നീ കൊടുത്ത വേദന അവളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും മാറുന്ന ഒന്നല്ല. നീ ഇപ്പം അവളുടെ അടുത്തേക്ക് ചെന്നാലും അവൾക്ക് ദേഷ്യം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി നീ കാത്തിരിക്കും മോളെ. അവളുടെ മനസ്സിലെ ആ കടലിരുമ്പൽ ഒന്ന് മാറട്ടെ, പതിയെ അവളുടെ മനസ്സ് ശാന്തമാകും. അപ്പം അവൾ തന്നെ നിന്നെ തേടി വരും. അങ്ങനെ ഒരു ദിവസം നീ അവളോട് സംസാരിക്കുന്നതാകും നല്ലത്. മോള് ഈ വീട്ടിൽ ജീവിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ നിന്റെ അച്ഛനോടും അമ്മയോടും കൂടപ്പറപ്പുകളോടും നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാവോ എന്ന് ചോദിക്കാം. അപ്പം അനുവിൻ്റെ കണ്ണ് നിറയാണ് കേട്ടോ. അപ്പം ഗോമതി അവിടെ നിൽക്കുന്ന കാണുമ്പം അനു പറയും, ഞാനൊന്ന് പോയി സംസാരിച്ചോട്ടെ മുത്തശ്ശിന്ന് വീണ്ടും ചോദിക്കും. മോക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഇനി എതിർക്കുന്നില്ല, പോയിട്ട് വാ എന്ന് പറയണേ. ഇതേസമയം ഗോമതിയുടെ അടുത്തേക്ക് അനു വേലിക്കരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അത് കേൾക്കുമ്പം ഗോമതിക്ക് നല്ല ദേഷ്യം വരികയാണ്. ആരാടി നിന്റെ അമ്മ എന്ന് ചോദിക്കുക. അമ്മേ എന്നും പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കരയാൻ തുടങ്ങുക. നിന്നോടാ ഞാൻ ചോദിച്ചത്, ഈ എന്നെ അമ്മയെന്ന് വിളിക്കാൻ നീ ആരാടി? എനിക്കൊരു മകളുണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി എന്ന് പറയാം. അപ്പോൾ വീണ്ടും അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി തൻ്റെ കയ്യിലിരുന്ന ബക്കറ്റിലെ വെള്ളം മുഴുവനും അനുവിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നീ ഈ വീടിൻ്റെ പടി ഇനി കയറരുത്, എന്നെ അങ്ങനെ വിളിക്കുകയും ചെയ്യരുത് എന്ന് പറയാം. ഇത് കാണുന്ന ഇന്ദിരാമ്മ അടുത്തേക്ക് വരിക. ഗോമതി, നീ എന്തായി കാണിച്ചത്? ആ കൊച്ചിൻ്റെ മേത്തെന്തിനാ വെള്ളം ഒഴിച്ചത്? അവളുടെ മുഖത്ത് വെള്ളം മാത്രമല്ല ഞാൻ ഒഴിച്ചുള്ളൂ, അതെൻ്റെ മര്യാദ. എന്നെയും എൻ്റെ ബാലേട്ടനെയും ഈ കുടുംബത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയിട്ടാ ഇറങ്ങിപ്പോയവളാ ഇവള്. പിന്നെ ഇവൾ എന്ത് ബന്ധത്തിൻ്റെ പേരും പറഞ്ഞാൽ ഇപ്പം അമ്മയെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കാം. അവളുടെ പെറ്റമ്മയാ നീ എന്നുള്ള കാര്യം മറക്കരുത് ഗോമതി എന്ന് ഇന്ദിരമ്മ പറയാം. അമ്മ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇവള് കാരണം ഈ വീട്ടിലിപ്പം എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാവോ? ഈ വീട് തന്നെ വിൽക്കേണ്ട അവസ്ഥയെ വന്ന് നിൽക്കുക. ഇതിനൊക്കെ കാരണക്കാരി ആരാ? ഇവൾ ഒറ്റ ഒരുത്തിയാ എന്ന് പറയാം. അമ്മ ഇവക്ക് വേണ്ടി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിലെ വേദന മാറ്റാൻ തക്ക ഉള്ളവയല്ല. അതുകൊണ്ട് തന്നെ ഇവക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് എൻ്റെ അടുത്തേക്ക് ഇനി വരികയും ചെയ്യരുത് എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അമ്മ പറഞ്ഞതൊക്കെ കേട്ട് അനുവാണെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. പക്ഷെ വീട് വിൽക്കണം അക്കാര്യമൊക്കെ കേൾക്കുമ്പം എന്താണെന്ന് അനുവിനൊട്ട് മനസ്സിലാകുകയില്ല. ഞാൻ പറഞ്ഞതല്ലേ മോളെ, നീ ഇപ്പം ഗോമതിയുടെ അടുത്തേക്ക് പോകണ്ടെന്ന് എന്ന് ഇന്ദിരമ്മ ചോദിക്കും. മോള് കയറി വാ, മുത്തശ്ശി ഇതൊക്കെ തുടച്ചു തരാം, എന്നിട്ട് പോയി വേഗം ഡ്രസ്സ് മാറ്റ്, അല്ലെങ്കിൽ പനി വല്ലതും പിടിക്കും. അമ്മയുടെ മനസ്സിൽ എപ്പോൾ എനിക്ക് ഒരു സ്ഥാനമില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കാം. നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. വാശിയും ദേഷ്യവും ഒക്കെ കുറച്ച് കൂടുതലാണ് ഗോമതിയുടെ സ്വഭാവത്തിലുണ്ട്. അവൾ പതിയെ മോളെ മാറുള്ളൂ. അവളുടെ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം ഇനി പുറത്തോട്ട് ഒഴുകണമെങ്കിൽ അത് അവൾക്ക് സമയം നീ കൊടുക്കണം. അവളുടെ മനസ്സിലെ വേദനകളൊക്കെ മാറട്ടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിൽ അനുവിനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് പോവാം. അപ്പം അനു ആണെങ്കിൽ നനഞ്ഞ് കയറി വരുന്ന കാണുമ്പം ആലോക ഇവക്ക് ഇത് എന്ത് പറ്റി, എവിടുന്നോ പണി കിട്ടിയതാ എന്നുള്ള രീതിയിൽ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും